നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ അതിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് സ്റ്റെപ്സ് ആയിരുന്നു അല്ലേ, നമ്മുടെ മെറ്റീരിയൽ കൺട്രോളിൻ്റെ സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു പർച്ചേസ് കൺട്രോൾ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് പറയുന്നത് എന്താണ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പം നമ്മൾ ഈ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കൺസിഡർ ചെയ്യണം, നമ്മൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു സ്റ്റെപ്പാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ മെറ്റീരിയലിൻ്റെ കോസ്റ്റായിട്ട് നമ്മളിവിടെ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ് അറ്റ് ദ സ്റ്റോർ, നമ്മുടെ സ്റ്റോറിലോട്ട് വരുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പം നമ്മളിപ്പം അവിടെ ഓർഡർ കൊടുത്ത് അത് നമ്മുടെ സ്റ്റോറിലോട്ട് വരുമ്പം നമ്മളതിനെ എന്ത് ചെയ്യണം, എത്ര രൂപയുടെ ആണ് നമ്മൾ എഴുതി വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇസ് ദ നെറ്റ് പ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇപ്പം നമ്മളിപ്പം 10 ലക്ഷം രൂപയുടെ ഒരു സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് ഡിസ്കൗണ്ട് അല്ല, ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു സാധനം നമ്മൾ വാങ്ങി, പക്ഷേ അതിനകത്ത് ഒരു 2 ലക്ഷം രൂപയുടെ പോട്ടെ ഒരു 50,000 രൂപയുടെ അങ്ങാണ് ഒരു ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ദ ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലവൻസ് മെയ്ഡ് ബൈ ദ സപ്ലയർ. അതായത് സപ്ലയർ നമുക്ക് തരും, നമ്മൾ ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് ബിൽ എമൗണ്ടിൽ അയാൾ എന്ത് ചെയ്യും, ഒരു ഡിസ്കൗണ്ട് തരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇൻവോയ്സ്, നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കണക്കാക്കുമ്പോൾ ഇൻവോയ്സ് പ്രൈസ് ആയിട്ട് എടുക്കേണ്ടത് എന്തായിരിക്കണം, ട്രേഡ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള തുക വേണം നമ്മൾ ഇൻവോയ്സ് പ്രൈസ് ആയിട്ട് എടുക്കേണ്ടത്. ദെൻ രണ്ടാമത് പറയുന്നത് ഫ്രൈറ്റ് ആണ്. ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഉദ്ദേശിക്കേണ്ടത്. മെറ്റീരിയൽസ് ആർ ടു ബി ബ്രോട്ട് ടു ദ സ്റ്റോർ. നമുക്ക് മെറ്റീരിയൽസ് നമ്മുടെ സ്റ്റോറിലോട്ട് എത്തിക്കുന്ന സമയത്ത് ദ ഫ്രൈറ്റ് ചാർജസ് പെയ്ഡ് ഫോർ ബ്രിങ്ങിങ് ദ മെറ്റീരിയൽസ് ടു ദ സ്റ്റോർ ഷുഡ് ആൾസോ ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇപ്പം നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ സ്റ്റോറിലോട്ട് ആ മെറ്റീരിയൽസ് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഫ്രൈറ്റ് ചാർജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഫ്രൈറ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണെന്നാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യണം. 10,000 രൂപയുടെ ഒരു സാധനമാണ്, അത് നമുക്ക് എത്തിക്കാൻ വേണ്ടി 500 രൂപ ഫ്രൈറ്റ് ചാർജ് ആയെങ്കിൽ 10,000 രൂപയുടെ കൂടെ ഈ 500 രൂപ ഫ്രൈറ്റ് ചാർജും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ടാക്സസ് ആണ്. ഇറ്റ് ഈസ് യൂഷ്വൽ ദാറ്റ് ദ സപ്ലയർ ചാർജസ് സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എക്സെട്ര. ഇപ്പം ഇൻ ദ ഇൻവോയ്സ്, ഇപ്പം നമ്മുടെ ബില്ലിനകത്ത് ഈ പറയുന്ന സപ്ലയർ, സെയിൽസ് ടാക്സ്, ഇപ്പം GST, ഇതെല്ലാം കൂടെ നമ്മൾ GST എന്നാണ് പറയുന്നത്. എന്നാൽ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഇതെല്ലാം കൂടെയാണ് നമ്മളിപ്പം GST എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ ബില്ലിൽ GST എന്തായാലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ടാക്സ് വരുന്നുണ്ട്. ഇൻ സച്ച് കേസസ് ടാക്സ് ചാർജ്ഡ് ബൈ ദ സപ്ലയർ ഷുഡ് ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ എത്ര രൂപയാണോ അവിടെ ടാക്സ് ആയിട്ടുള്ളത് ആ ടാക്സ് കൂടി നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് ടാക്സസ്. ദെൻ അടുത്തത് കണ്ടെയ്നർ. ദ കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ മേ ബി ഓഫ് 3 ടൈപ്പ്. ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 തരം കോസ്റ്റാണുള്ളത്. ഒന്ന്, നോൺ റിട്ടേണബിൾ, നമുക്ക് തിരിച്ച് കിട്ടാത്തത് കാണും. ചിലതെന്താണ്, നമ്മൾ എത്ര രൂപയാണോ ചിലവാക്കിയത് അത്രയും രൂപയും റിട്ടേൺ ചെയ്യുന്നത് കാണും. ദെൻ നമ്മൾ 1000 രൂപയാണ് കണ്ടെയ്നർ ചിലവാക്കിയെങ്കിൽ ചിലപ്പോൾ 500 രൂപ മാത്രം, അതായത് നമ്മൾ ചിലവാക്കേണ്ട പകുതി പൈസ അല്ലെങ്കിൽ ഒരു കുറവ് എമൗണ്ട് മാത്രം റിട്ടേണബിൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ടൈപ്പ് കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പിലും എങ്ങനെയാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോൺ റിട്ടേണബിൾ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചിലവാക്കി പക്ഷെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ ചിലവായത് അത് നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എന്നാൽ റിട്ടേണബിൾ ആണ്, അതായത് നമ്മൾ എത്ര ചിലവാക്കിയോ അത് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ ഷുഡ് നോട്ട് ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഒരിക്കലും ആ കോസ്റ്റ് ഓഫ് കണ്ടെയ്നർ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിലൂടെ ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ചിലവാക്കിയെങ്കിൽ നമുക്കത് തിരിച്ച് കിട്ടി, അപ്പോൾ ആഡ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ റിട്ടേണബിൾ അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ് ആണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫുൾ വാല്യൂ ആൻഡ് ദ റിട്ടേണബിൾ വാല്യൂ ഷുഡ് ബി ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 10,000 രൂപയാണ് കോസ്റ്റ് ആയത്, 8,000 രൂപ കിട്ടി. അപ്പം നമുക്ക് ചിലവായത് 10,000 ആണ്, നമുക്ക് ഒരു 8,000 കിട്ടുള്ളൂ. അപ്പോൾ 10,000-ൽ നിന്ന് 8,000 കുറച്ചിട്ട് എത്രയാണോ നമുക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ നഷ്ടം വന്നത് അത് മാത്രം നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിലൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് കണ്ടെയ്നറിൻ്റെ കേസിൽ പറയുന്നത്.
ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് കിട്ടിയെങ്കിൽ ഇൻ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പം നമ്മളിപ്പോൾ ഒരു സപ്ലയറിൻ്റെ നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങൾ വാങ്ങി പിന്നെന്ത് നമ്മൾ കടത്തിനാണ് വാങ്ങിയത്, എന്നിട്ട് തൊട്ടടുത്ത മാസം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീലിംഗ് ഒക്കെ നടത്തി വന്നു. തൊട്ടടുത്ത മാസം പറഞ്ഞ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്തു, പേയ്മെൻറ്റ് നടത്തി, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തിയപ്പോൾ അയാൾ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തന്നു. അത് നമ്മൾ ഒരിക്കലും കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതെന്താണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പം ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പം നമ്മുടെ ആ ഒരു ഇൻവോയ്സിനകത്ത് കുറവ് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രേഡ് ഡിസ്കൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനകത്ത് കണക്കാക്കാം. അതായത് 10,000 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിച്ചപ്പോൾ അയാൾ ബില്ലിൽ 10,000 രൂപ എന്നുള്ളത് അവരെന്ത് ചെയ്യും, ആ 10,000 രൂപ നമ്മൾ ബൾക്കായിട്ട് ഇപ്പോൾ വാങ്ങിച്ചു, 10 ലക്ഷം രൂപ എന്നിരിക്കട്ടെ, 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോൾ അയാളുടെ ഒരു 50,000 രൂപ നമുക്ക് ഡിസ്കൗണ്ട് തന്നു. അപ്പോൾ തന്നെ തന്നാൽ അതെന്താണ്, ട്രേഡ് ഡിസ്കൗണ്ടാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പിന്നീട് പേയ്മെൻറ്റ് നടത്തി, പറഞ്ഞ സമയത്ത് പേയ്മെൻറ്റ് നടത്തിയുകൊണ്ട് വല്ല ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ഒരിക്കലും ആ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനകത്ത് എടുക്കാൻ പാടില്ല. അപ്പം മെറ്റീരിയൽ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് ആയിട്ട് എടുക്കേണ്ടത്, അതിന് വല്ല ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ മറക്കരുത്. ഇപ്പോൾ 10,000 രൂപയുടെ സാധനത്തിന് 10,000 രൂപ തന്നെ സപ്ലയർ വാങ്ങിച്ചെങ്കിൽ 10,000 ആണ് അവിടുത്തെ ഇൻവോയ്സ് പ്രൈസ്. എന്നാൽ 10,000 രൂപയുടെ സാധനത്തിന് 500 രൂപ അയാൾ ട്രേഡ് ഡിസ്കൗണ്ട് തന്നു. നമുക്കറിയാം, നമ്മൾ ചില കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യും, ബിൽ എമൗണ്ടിൽ കുറവ് തരും. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ടൊക്കെ തുണി വാങ്ങിക്കുന്ന സമയത്തൊക്കെ അവർ ഡ്രസ് മെറ്റീരിയലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവരൊരു 10-100 രൂപയുടെ ഡിസ്കൗണ്ട് തരില്ല. അങ്ങനെ വല്ല ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അത് ഉറപ്പായിട്ട് നമ്മൾ ഇൻവോയ്സ് പ്രൈസിനകത്തുനിന്ന് കുറയ്ക്കാം, അത് കൺസിഡർ ചെയ്യാം. ഫ്രൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ മെറ്റീരിയൽസ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടായ ചിലവിന് നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയലായിട്ട് എടുക്കാം. വണ്ടിക്കൂലിയാണ് ഫ്രൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാക്സും നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനകത്ത് ആഡ് ചെയ്യണം. എന്നാൽ കണ്ടെയ്നർ ആണെങ്കിൽ 3 കേസ് പറഞ്ഞു. നമ്മൾ ചിലവാക്കിയത് തിരിച്ച് കിട്ടാത്തതാണെങ്കിൽ അങ്ങനത്തെ കോസ്റ്റാണ് നമ്മൾ ഉറപ്പായിട്ടും കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനകത്ത് ആഡ് ചെയ്യണം. ഇനി സെയിം റേറ്റ് നമ്മൾ ചിലവാക്കിയത് എത്രയാണോ അത്രയും നമുക്ക് തിരിച്ച് കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് ആഡ് ചെയ്യേ വേണ്ട. നമ്മൾ 1000 ചിലവാക്കി 800 പക്ഷേ കിട്ടി, ബാക്കി 200 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മളിപ്പം സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി നമ്മൾ പിന്നീട് പേയ്മെൻറ്റ് നടത്തിയപ്പോൾ അവർ നമുക്ക് ഒരു 1000-2000 രൂപയുടെ എങ്ങനെ ഡിസ്കൗണ്ട് തന്നാൽ അത് ക്യാഷ് ഡിസ്കൗണ്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനകത്ത് കൺസിഡർ ചെയ്യരുത്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ എൻട്രീസിനകത്ത് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ് കൺട്രോളിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ നമുക്ക് ചെയ്യാം, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോസിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പർച്ചേസ് കൺട്രോൾ. അപ്പം ആ ഒരു പ്രോബ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് പർച്ചേസ് കൺട്രോൾ കംപ്ലീറ്റ് ആവും. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.